പലരും പരാതി പറയുന്നൊരു വിഷയമാണ്, ജോലിയൊക്കെ ഉണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്, പക്ഷേ ഉള്ള ജോലിയിൽ ഒരു ബർക്കത്തും ഇല്ല എന്ന്, കിട്ടുന്ന വരുമാനത്തിൽ ഒരു ബർക്കത്തും ഇല്ല എന്ന് പല ആളുകളും എന്നോട് വിളിച്ച് പരാതി. അത് വിദേശത്തുള്ള, പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന പല ആളുകളും ജോലി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ മാട് പണിയെടുക്കുന്ന പോലെ കിടന്ന് പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഈ മാസാവസാനമായി ശമ്പളമൊക്കെ കിട്ടി, ഇത് ആ ഒരു കുറച്ച് ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത് മുഴുവൻ എങ്ങോട്ട് പോയെന്നറിയില്ല, ഒരു ബറക്കത്തും ഇല്ല. ഇൻഷാ അല്ലാഹ് ഒരു 7 ദിവസം ചെയ്യാനുള്ളൊരു അമല് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നമുക്കെല്ലാ കാര്യത്തിനും തികയുന്ന രൂപത്തിലുള്ള ബറക്കത്ത് ലഭിക്കാൻ, നമ്മുടെ ആ വരുമാനത്തിൽ ബറക്കത്ത് ലഭിക്കാൻ കൃത്യമായിട്ടും ഞാൻ ഈ പറയുന്ന റൂട്ട് അനുസരിച്ച് ആ അമല് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ കാര്യത്തിൽ വലിയ ഫത്തഹ് ഉണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തന്ന ഇതിനുവേണ്ടി ആ ഒരാഴ്ച ഒന്ന് മെനക്കെടുക വേണം ഇൻഷാ അല്ലാഹ്. അതിന് വലിയ സമയമൊന്നും വേണ്ടി വരില്ല, കുറഞ്ഞ സമയം മതി. പക്ഷേ അത് കൃത്യമായി കൊണ്ടുപോകുക എന്നുള്ളത്, അത് ഒരാഴ്ചക്കാലം ചെയ്യുക എന്നുള്ളത് റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നല്ല നിയ്യത്തോടു കൂടി ചെയ്യുക. അള്ളാഹു വലിയ ഫത്ഹ നൽകും, വിജയം നൽകും ഇൻഷാ അല്ലാഹ്. ഇത് വെറുതെ ചെയ്താൽ പോരാ, ഈ പറയുന്ന കാര്യങ്ങൾ ഈ ഒരു 5ഓളം വരുന്ന നിബന്ധനകൾ പാലിച്ചുകൊണ്ടാവണം ചെയ്യേണ്ടത്. ഈ നിബന്ധനകളോട് പാലിച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു 7 ദിവസത്തെ, ഒരാഴ്ചക്കാലത്തെ ആ ഒരു അമൽ പൂർത്തിയാകുക. ആ അമലിന് ഫലവും കിട്ടുക, ഉറപ്പായും ഫലം കിട്ടും, 100% ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. വീഡിയോ മുഴുവനായി കേൾക്കുക. ജോലിയിൽ പ്രയാസപ്പെടുന്ന, ബറക്കത്തില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ, വരുമാനത്തിൽ പ്രയാസപ്പെടുന്നവർ, അവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ, വന്നുപോയ അപാകതകൾ മാപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും റാഹത്താണ്, സന്തോഷമാണ്, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ആളുകൾ വിദേശത്തുനിന്നും അതുപോലെ തന്നെ സ്വദേശത്ത് പ്രവാസികളാണ് അധികവും വിളിക്കാറുള്ളത്. ഉസ്താദേ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ഉന്മേഷം കിട്ടുന്നില്ല, ഒരു റാഹത്ത് കിട്ടുന്നില്ല ജീവിതത്തിൽ നിന്ന്. എന്തേ കാരണം? ഈ ചെയ്യുന്ന ജോലിയുടെ മൻഫഅത്ത്, ആ കിട്ടുന്ന ഫലം അത് കുറഞ്ഞ ദിവസം കൊണ്ട് ഖാലിയായി പോവുകയാണ്, ഒന്നും അല്ലാതായി പോവുകയാണ്. എങ്ങോട്ട് പോകുന്നതെന്നറിയില്ല, കിട്ടുന്നത് എങ്ങോട്ട് പോകുന്നില്ല, ഓട്ടക്കൈ മാതിരിയാണ്. ഈ കോരുന്ന വെള്ളം എവിടേക്ക് പോകുന്നു എന്ന് മനസ്സിലാവുന്നില്ല. ശമ്പളം കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ കിട്ടുന്നുണ്ട്, വരുമാനം ഉണ്ടോ എന്ന് വെച്ചാൽ വരുമാനമുണ്ട്, പക്ഷേ അതിലൊരു ബറക്കത്തുമില്ല. എന്താണ് ചെയ്യാന്ന് ഇൻഷാ അല്ലാഹ് ചെയ്യാൻ പറ്റിയ ഒരു ഉഗ്രൻ മാർഗം ഇൻഷാ അല്ലാഹ് ഇന്ന് കേൾക്കാം. ഒരാഴ്ചക്കാലം നിങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ 7 ദിവസത്തെ ഈ ഒരു തർത്തീബോടുകൂടി ഈ ഒരു അമൽ ഒന്ന് പഠിച്ചു വെക്കുക ഇൻഷാ അല്ലാഹ്. അതെപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റിയാണ്, നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയതാണ്. എല്ലാ ആഴ്ചയിലും എന്ത് ചെയ്യുക, ഇത് പതിവാക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ബറക്കത്തൊഴിഞ്ഞ നേരം ഉണ്ടാവില്ല. എപ്പോഴും അള്ളാഹു അയാൾക്ക് ബറക്കത്ത് ചെയ്ത് കൊടുക്കും. അള്ളാഹു അത്തരത്തിലാക്കി തരുമാറട്ടെ. നിബന്ധനകൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് കാരണം എന്താ, ആ നിബന്ധനകൾ പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ബാക്കി കേട്ടാൽ മതിയല്ലോ. അല്ല ഇത് മൊത്തവും കേട്ടിട്ട് ഇന്ന നിബന്ധനയാണ് എന്ന് പറഞ്ഞിട്ട് അത് ഇത്രയും കേട്ട സമയം കളയണ്ട എന്ന് കരുതിയിട്ടാണ്. ഇപ്പം നിബന്ധനകൾ, ഒന്നാമത്തത് 5 വഖത്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഈ വീഡിയോ കേട്ടാൽ മതി. നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുക. രണ്ടാമത്തത് ഹലാലായ മാർഗത്തിലൂടെ മാത്രം സമ്പാദിക്കുന്നതാകുക. നമ്മൾ സമ്പാദിക്കുന്ന മാർഗം ഹലാലായ മാർഗമാണെങ്കിൽ മാത്രം ഈ വീഡിയോ കേട്ടാൽ മതി. നല്ല അധ്വാനിച്ച് ജോലി ചെയ്യുന്ന ആളാണ്, ഓക്കെ കേട്ടോളി, ഇൻഷാ അല്ലാഹ് അതിനുള്ള പരിഹാര മാർഗ്ഗമുണ്ട്. മൂന്നാമത്തത് കാണാം, മാതാപിതാക്കളുടെ ദുആ തേടുക. മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരുടെ ദുആ ചെയ്യുക, അവരോട് ദുആ ഇറക്കാൻ പറയപ്പോഴും അവരുടെ പ്രാർത്ഥനയും കൂടെ നമ്മുടെ ചെയ്യുന്ന അമലിന് ഗുണം ചെയ്യും. ഈ മാതാപിതാക്കൾ വഫാത്തായി പോയവരാണ് എങ്കിൽ അവർക്ക് വേണ്ടി അങ്ങോട്ട് ദുആ ഇറക്കാം, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഓതി ഹദിയ ചെയ്ത് അവർക്ക് വേണ്ടി ദുആ ഇറക്കാം. അഞ്ചാമത്തെ കാര്യം എന്താ, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കാം. എപ്പോഴും ഇഷ്ടം പോലെ ചെല്ലാൻ പറ്റുന്ന അത്ര എന്ത് ചെയ്യുക, ഇസ്തിഗ്ഫാർ. അപ്പോൾ ഈ 5 കാര്യങ്ങൾ, ഒന്ന് സമയത്ത് നിസ്കരിക്കുക, കൃത്യമായി 5 വഖത്ത് നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക. 2 ഹലാലായ മാർഗം മാത്രം സ്വീകരിക്കുക. മൂന്നാമത്തത് മാതാപിതാക്കളുടെ ദുആ തേടുക. നാലാമത്തത് മാതാപിതാക്കൾ വഫാത്തായി പോയവരാണെങ്കിൽ അവർക്ക് വേണ്ടി അങ്ങോട്ട് എന്തെങ്കിലും ചെയ്ത് ഹദിയ ചെയ്തിട്ട് ദുആ ചെയ്യുക. അഞ്ചാമത്തത് കാണാം, ഇസ്തിഗ്ഫാർ ദിവസവും തുടരുക എന്ന്. ദിവസവും എന്ത് ചെയ്യുക, ഇസ്തിഗ്ഫാറുകൾ തുടരുക. കുറഞ്ഞ പക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു എന്ന് ഹദീസിലുണ്ട്. നമുക്ക് എത്രയാണ് ചൊല്ലേണ്ടത് എന്ന് കണക്ക് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, അധികരിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഇനി ചെയ്യേണ്ട അമൽ പറഞ്ഞുതരാം. ഞാൻ വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞുതരാം. നമുക്കിതൊന്ന് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ആക്കി വെക്കുകയോ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് കേട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓതാനും ചൊല്ലാനും പറ്റും ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ദിവസം, ഇത് ഏത് ദിവസവും തുടങ്ങാം കേട്ടോ. ഇപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് തുടങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ ഞായറാഴ്ചയാണ് തുടങ്ങുന്നതെങ്കിൽ അടുത്ത ശനിയാഴ്ച വരെ എന്ത് ചെയ്യുക, 7 ദിവസത്തെ കണക്ക് അങ്ങനെ വെക്കാം. അപ്പം ഒന്നാമത്തെ ദിവസം ചൊല്ലേണ്ടത്, ആദ്യം എന്ത് ചെയ്യുക, നിയ്യത്ത് വെച്ച് തൗബ ചെയ്യുക.
തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ കരഞ്ഞ് അടിച്ച് ദ്വാരക്കണമെന്നല്ല, മറിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്തു പോയ തെറ്റുകളെയൊക്കെ ഒന്ന് മനസ്സിലൊരു ഖേദത്തോടു കൂടി ഓർക്കുകയും റബ്ബിനോട് അള്ളാഹു ഇതെനിക്ക് മാപ്പ് ചെയ്തു തരണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി ദ്വാരക്കുക. അതാണ് തൗബ കൊണ്ട് ഉദ്ദേശം കേട്ടോ. നമ്മുടെ പാപങ്ങളൊക്കെ റബ്ബിനോട് പറഞ്ഞിട്ടൊന്ന് എന്ത് ചെയ്യാം, പശ്ചാത്തപിച്ച് മടങ്ങാം. എന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ഹാജത്ത് നിസ്കാരം നിർവഹിക്കുക. ആദ്യത്തെ ദിവസമാണ് ചെയ്യേണ്ടത് കേട്ടോ. 2 റക്അത്ത് ഹാജത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഇസ്തിഗ്ഫാർ ചൊല്ലുക. 100 തവണ ചൊല്ലുക. ശേഷം 11 പ്രാവശ്യം സൂറത്തുൽ ഇൻഷിറാഹ്, അതായത് അലം നശ്റഹ് സൂറത്തുണ്ടല്ലോ, അലം നശ്റഹ് ലക സദ്റക വവളഅന അൻക വിസ്റക എന്ന ആ ചെറിയ സൂറത്ത് 11 തവണ ചൊല്ലുക. അതിനുശേഷം റബ്ബി ഇന്നി ലിമാ അൻസൽത മിൻ ഖൈരിൻ ഫഖീർ എന്ന ദുആ, സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ ആയത്താണ്. ഈ ഒരു ദുആ കൂടെ ചൊല്ലിയിട്ട് റബ്ബിനോട് ദുആരക്കുക. ഇത് ഒന്നാമത്തെ ദിവസത്തെ അമൽ. ആദ്യം എന്ത് ചെയ്യുക, തൗബ ചെയ്യുക, ദുആരക്കുക. രണ്ടാമത് 2 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കുക. അതിനുശേഷം 100 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുക. ശേഷം അലം നശ്റഹ് സൂറത്ത് 11 തവണ ചൊല്ലുക. അതിനുശേഷം റബ്ബി ഇന്നി ലിമാ അൻസൽത മിൻ ഖൈരിൻ ഫഖീർ എന്ന് ദുആ ചെയ്യുക. ഇത് ഒന്നാമത്തെ ദിവസത്തെ അമൽ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ദിവസം കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. അടുത്ത 2-ാമത്തെ ദിവസം ചെയ്യേണ്ടത് ഇശാ നിസ്കാര ശേഷം സൂറത്തുൽ വാക്കിയ പാരായണം ചെയ്യുക. എല്ലാ ദിവസവും വാക്കിയ ഓതുന്ന ആളുകളാണ് എങ്കിൽ ഓക്കെ, അവർ സ്ഥിരമായി ഓതുന്ന സമയത്ത് ഓതിയതിന് ശേഷം ഇശാ നിസ്കാര ശേഷം നമ്മുടെ ഈ അമലിൻ്റെ ഭാഗമായിട്ട് ഇശാ നിസ്കാര ശേഷം 1 തവണ സൂറത്തുൽ വാക്കിയ ഓതുക. അതിനുശേഷം 100 തവണ യാ റസ്സാഖ് എന്ന ഇസ്മ ചൊല്ലുക. യാ റസ്സാഖ്, യാ റസ്സാഖ്, യാ റസ്സാഖ് എന്ന് തവണ 100 തവണ. ശേഷം 11 തവണ എന്ത് ചെയ്യുക, അതിനുശേഷം 11 തവണ അലം നശ്റഹ് സൂറത്തും പതിവായി ഓതുക. അലം നശ്റഹ് സൂറത്ത് പിന്നെയും 11 തവണ ഓതുക. ഇത് 2-ാമത്തെ ദിവസത്തെ കഴിഞ്ഞ ശേഷം ദുആരക്കുക, നിങ്ങൾ റബ്ബിനോട് കാര്യങ്ങൾ തേടുക. 3-ാമത്തെ ദിവസം ചൊല്ലേണ്ടത് സൂറത്തുൽ മുൽക്കാണ്. ഉറങ്ങുന്നതിന് മുമ്പ്, ഇശാസ്കാരം കഴിഞ്ഞ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഓതിയാൽ മതി. സൂറത്തുൽ മുൽക്ക്, തബാറക്ക സൂറത്ത് പാരായണം ചെയ്യുക. ഇനി മുൽക്ക് മഗ്രിബിന് ശേഷം ഓതുന്നവരുണ്ട് എങ്കിൽ അത് സാധാരണ നമ്മൾ സ്ഥിരമായി ഓതുന്ന മുൽക്ക് ഓതിയതിന് ശേഷം എന്ത് ചെയ്യുക, ഈ അമലിൻ്റെ ഭാഗമായിട്ട് ഇശാഇനു ശേഷം കിടന്നുറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് 1 തവണ ഓതുക. ശേഷം എന്ത് ചെയ്യുക, 100 തവണ യാ ഗനിയു യാ മുഗ്നി എന്ന 2 ഇസ്മുകൾ എന്ത് ചെയ്യുക, 100 തവണ ചൊല്ലുക. യാ ഗനിയു യാ മുഗ്നി. ഇതാണ് 3-ാമത്തെ ദിവസത്തെ അമൽ. ഇനി 4-ാമത്തെ ദിവസത്തെ അമൽ ഏതാ, 41 തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. 4-ാമത്തെ ദിവസം 41 തവണ ആയത്തുൽ കുർസി ഓത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ നമുക്കൊക്കെ അറിയുന്ന ആയത്താണ് ആയത്തുൽ കുർസി. അതിനുശേഷം എന്ത് ചെയ്യണം, 100 പ്രാവശ്യം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇല്ലാ ബില്ലാഹ് വരെ ഉള്ളൂ, അലിയിൽ അദീം വേണ്ട. ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് 100 തവണ ചൊല്ലുക. ഇതാണ് 4-ാമത്തെ ദിവസം ചൊല്ലേണ്ടത്. 5-ാമത്തെ ദിവസം കാണാം, നമുക്ക് ഹലാലായ റിസ്ക് ലഭിക്കുക എന്നുള്ള നിയത്തോട് കൂടിയിട്ട് 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. ഇത് ചെയ്യുമ്പോഴൊക്കെ ഈ 7 ദിവസത്തെ അമൽ എന്നുള്ളൊരു നിയ്യത്ത് മനസ്സിൽ കരുതിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ 7-ാമത്തെ ദിവസം ഏതെങ്കിലുമൊക്കെ സമയത്ത് ആരോ ഫാത്തിഹ വിളിച്ചതിൻ്റെ ബാക്കിയായിട്ട് ഈ 3 സൂറത്ത് ഓതി അത് ഈ കൂട്ടത്തിൽ കൂട്ടാം, അങ്ങനെ പറ്റൂല. മറിച്ച് ഇതിനായിട്ട്, ഈ അമലിനായിട്ട് എന്ത് ചെയ്യണം, 3 തവണ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതുക. ശേഷം സാധ്യമാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ ഒരു 10 രൂപയെങ്കിലും സ്വതക്ക കൊടുക്കുക. എന്തെങ്കിലും ഒരു കാര്യം ഒരു സ്വതക്ക കൊടുക്കുക. 5-ാമത്തെ ദിവസം ചെയ്യേണ്ടതാണ്. ഇനി 6-ാമത്തെ ദിവസം ചെയ്യേണ്ടതാണ് എന്ത് ചെയ്യണം, തഹജ്ജുദ് നിസ്കരിക്കണം. തഹജ്ജുദ് നിസ്കരിക്കണം. ഓക്കെ, അപ്പോൾ 1-2 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത്. ഇപ്പോൾ നോമ്പ് കാലമൊക്കെ ആയതുകൊണ്ട് വളരെ എളുപ്പമാണ്. നമ്മൾ സാധാരണ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് ഈ 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ള വലിയ പ്രയാസമുള്ള സംഗതിയല്ല. തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം 313 തവണ യാ ഫത്താഹു എന്ന ദിക്ർ ചൊല്ലുക. 313 തവണ യാ ഫത്താഹു യാ ഫത്താഹു യാ ഫത്താഹു എന്ന ദിക്ർ ചൊല്ലുക. അതിനുശേഷം നിങ്ങളുടെ ജോലി ആവശ്യമായി ദുആ ചെയ്യുക. അല്ലാഹുവേ, എൻ്റെ ഖൈറായ ജോലി വരുമാനം നീ എളുപ്പമാക്കി തരണേ. ജോലി ഇല്ലാത്തവരാണെങ്കിൽ ജോലിക്ക് വേണ്ടി ദുആ ഇറക്കുക. ഉള്ളവരാണെങ്കിൽ ആ ഉള്ള ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യുക. ഇനിയാണ് അവസാനത്തെ ദിവസം, 7-ാമത്തെ ദിവസം ചെയ്യേണ്ടത് എന്ത് ചെയ്യാം, ശുക്റിൻ്റെ സമാപനത്തിൻ്റെ ദിവസമാണ് ഇല്ലേ. നമ്മൾ 7-ാമത്തെ ദിവസം 7 ദിവസമാണല്ലോ ചെയ്യുന്നത്. ആ ദിവസം അൽഹംദുലില്ലാ എന്ന് ആദ്യം 100 തവണ ചൊല്ലുക. അൽഹംദുലില്ലാ 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 എന്ന് 100 തവണ ചൊല്ലിയ ശേഷം അന്ന് ജുമുഅ ദിവസമാണെങ്കിൽ, ജുമുഅയുടെ ദിവസമാണ് ഇപ്പോൾ, അത് ഇനി ശനിയാഴ്ച മുതൽ തുടങ്ങിയ ഒരാളാണ്, എന്നാൽ അയാൾക്ക് 7-ാമത്തെ ദിവസം വരുന്നത് വെള്ളിയാഴ്ച ആയിരിക്കും. ജുമുഅ ദിവസമാണ് എങ്കിൽ എന്ത് ചെയ്യുക, അന്ന് സൂറത്തുൽ കഹ്ഫ് ഓതാം കേട്ടോ. ഈ അൽഹംദുലില്ലാ ചൊല്ലിയതിന് ശേഷം സൂറത്തുൽ കഹ്ഫ് ഓതുക. അതിനുശേഷം സൂറത്തുൽ വാക്കിഅ വീണ്ടും ഓതുക.
വാക്യ സൂറത്ത് ഓതുക. എന്നിട്ട് അവസാനത്തിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാക്യം കൂടെ ഓതിക്കഴിഞ്ഞാൽ ആത്മാർത്ഥമായി നല്ല ഇഖ്ലാസോടുകൂടി ഒന്ന് കരയാൻ പറ്റുമെങ്കിൽ കരച്ചിലോട് കൂടിയിട്ടുള്ള ഒരു ദുആ, റബ്ബേ എൻ്റെ ജോലിയിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ എന്ന്. ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്താൽ മതി. ആരെയും കൂട്ടിയിട്ട് വലിയ സമ്മേളനം നടത്തണമെന്നൊന്നുമില്ല. ഒറ്റയ്ക്ക് നമ്മളുടെ റൂമിൽ ഇരുന്നിട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു പള്ളിയുടെ മൂലയിലിരുന്ന് ചെയ്താൽ മതി. അള്ളാഹു വലിയ മൻഫഅത്ത് നൽകും ഇൻഷാ അല്ലാ. ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ, ഈ 5 നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് 7 ദിവസം തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള അമല് ചെയ്ത് റബ്ബിനോട് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കുമെന്നും ഉള്ള ജോലി ഖൈറാക്കി കൊടുക്കുമെന്നും സമ്പാദ്യത്തിൽ ഉയർച്ച കൊടുക്കുമെന്നും ഒക്കെ മഹത്തുക്കൾ പഠിപ്പിച്ചതായി കാണാം. അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ റാഹത്താക്കി തരട്ടെ, വലിയ സന്തോഷം നൽകട്ടെ. ഇൻഷാ അല്ലാ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.